Excuse me. Yes. Is there any party happening here? മലയാളിയാണല്ലേ? അതെ. അകത്തൊരു പാർട്ടി നടക്കുന്നുണ്ട്. ഒരു വമ്പൻ മലയാളി സ്രാവ് നടത്തുന്ന ഫോം പാർട്ടി. ഫോം പാർട്ടി? ചേട്ടാ അതെങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ? നിന്റെ സൈസിനും പ്രായത്തിനൊന്നും പറ്റിയ പാർട്ടി അല്ലല്ലോ അത്. ചേട്ടാ അങ്ങനെ പറയല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന്. തീരാറായി. എന്തായാലും ഒന്ന് കയറി കണ്ടോ. ഓക്കെ ഏട്ടാ, താങ്ക്സ്. കോമളദൃഢഗാത്രം മാനസമതിലോലം ചഞ്ചലമണിനേത്രം മഞ്ജുളമധുപാത്രം വെൺമതികള പോൽ പുതിയൊരു കിന്നരനിവനിൽ കൺമുനകളിൽ സായകമേതഞ്ജനകളിതാ പതഞ്ഞു തൂവും രതിവിലാസം നിറങ്ങളണിയും അനഘ നിമിഷം ഹൃദയമിനിയോ പ്രണയഭരിതം തരളമിളകും നളിനമുകുളം പതഞ്ഞു തൂവും രതിവിലാസം. ചേട്ടനും അനിയനുമാണല്ലേ? Hey baby. ഇത് സാറിന്റെ ഫേവറേറ്റ്. കൊളീഗ്സിന് വേണ്ടി ഒരു ന്യൂ ഇയർ പാർട്ടി ത്രോ ചെയ്താ. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഏട്ടനിങ്ങനെ പതയെ കുളിച്ച് മതാമാരുടെ കൂടെ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ വീട്ടുകാരെന്നല്ല സ്വന്തം കൂട്ടുകാരും പോലും വിശ്വസിക്കില്ല. നിനക്കറിയോ, ഞാൻ ഇതേവരെ ഒരു ഒറ്റ ഐവിക്ക് പോലും പോയിട്ടില്ല. നന്നായിട്ട് അറിയാം. ഇന്നും കൂടി അച്ഛൻ വിളിച്ചോളൂ. ഏട്ടൻ ഓടിയാടുന്ന റാങ്കെല്ലാം വാങ്ങിയോണ്ടേ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാ. ഓടിയതല്ലടാ, ഓടിപ്പിച്ചാണ്. കുടുംബക്കാർ മുഴുവൻ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും IAS ഒക്കെ ആകുമ്പോൾ നമ്മളൊരു IIT-യിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, വീട്ടുകാർ നമ്മുടെ നല്ലതിന് വേണ്ടിയൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ ചില തീരുമാനങ്ങൾ അവരെക്കാൾ നന്നായിട്ട് എടുക്കാൻ നമുക്ക് പറ്റും. അത് നീ എന്ന് മനസ്സിലാക്കുന്നോ കാര്യങ്ങളൊക്കെ സ്മൂത്തായിരിക്കും. ഇത്രയും സക്സസ്ഫുൾ ആയിട്ടിരുന്ന് ഡയലോഗ് അടിക്കാൻ എളുപ്പ. മനുഷ്യനിവിടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. എടാ, ഈ പ്രായത്തിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത ആരാ ഉള്ളത്? നിന്റെ വിചാരം എന്താ, എനിക്കില്ലായിരുന്നാണോ? എടാ, ഇപ്പോൾ കൺഫ്യൂഷൻ അടിച്ചാലേ ഫ്യൂച്ചറിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. നീ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ക്യാമ്പസ് ലൈഫിലെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ നോക്ക്. ഈ IV, ആർട്സ് ഫെസ്റ്റിവൽ, ഫെയർവെൽ, പിന്നെ കോളേജ് റൊമാൻസ്, അന്ന് ചെയ്യേണ്ടതൊക്കെ പിന്നെ നമ്മൾ എത്ര റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല.